അവളുടെ അച്ഛന്റെ ദേഹത്ത് വിശ്വനാ കണ്ണാ കയറിയിരിക്കുന്നത്. അങ്ങനെ എന്റെ അച്ഛൻ കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ കയറാനുള്ള കാരണം അയാൾ ഇങ്ങനെ പൂജാമുറിയിൽ കയറാറില്ലായിരുന്നല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോ, നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവായി സെറ്റ് ആകുന്നുണ്ട് അല്ലെ. പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെ. ലാസ്റ്റ് നമ്മുടെ കണ്ണൻ തിരികെ കമലേശ്വരത്ത് വരുന്നൊരു രംഗങ്ങളാട്ടോ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ ദുർഗാമ്മ പറയുകയാണ്, എടാ കരുണയുടെ അച്ഛന്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് നമ്മുടെ അച്ഛന്റെ, ഇവിടെ നിന്റെ അച്ഛന്റെ ആ പ്രേതാടാ, ആത്മാവാടാ എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അപ്പത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാണ് അയാളുടെ ദേഹത്ത് തന്നെ കൃത്യമായിട്ട് അച്ഛൻ കയറിയത്? ഒന്ന് മനസ്സ് വെച്ചും ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്കടാ, അല്ലെങ്കിൽ നിന്റെ ഭാര്യയോടൊന്ന് പോയി വിശദമായിട്ട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ശരിയാണ്, അത് എനിക്കും ഭയങ്കര സംശയമുണ്ട് എന്ന് പറയുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ കണ്ണൻ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഭാര്യനെ ഒന്ന് കുടഞ്ഞു നോക്ക്, ചിലപ്പോൾ പലതും അറിയാൻ കഴിഞ്ഞേക്കും എന്ന് നമ്മുടെ കണ്ണൻ വീണ്ടും പറയുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ കണ്ണൻ പൂജാമുറിയിലേക്ക് കയറുവാട്ടോ. പൂജാമുറിയിൽ കയറി അവിടെ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നമ്മുടെ അയ്യപ്പസ്വാമിനോട് പ്രാർത്ഥിച്ച് നന്ദി പറയുന്നുണ്ട്, കുഞ്ഞിനും മഹാലക്ഷ്മിക്കും ഒന്നും പറ്റാതെ തിരികെ തന്നതിൽ. അപ്പത്തേക്കും നമ്മുടെ ഉണ്ണി ദുർഗാമ്മയോട് പറയുന്നുണ്ട്, എന്തിനാമേ അയാൾ ഇപ്പൊ പൂജാമുറിയിൽ കയറിയേ? അയാൾക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. ദുർഗാമ്മ അപ്പോ ഒളിഞ്ഞിട്ട് പോയി നോക്കുന്നുണ്ട് പൂജാമുറിയിൽ. ഇനി പൂജാമുറിയിൽ എങ്ങാനും പോയി നോക്കുമ്പോൾ നമ്മുടെ കണ്ണനെ അവിടെ നിൽക്കുന്നത് എങ്ങാനും കണ്ടാ പിന്നെ തീർന്നു അല്ലേ കൂട്ടുകാരെ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.